ഹായ്, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അക്രൂഡ് ഇൻകം എന്നുള്ളതാണ്. അക്രൂഡ് ഇൻകം പേര് നിങ്ങൾ ആലോചിച്ചോണം. ഈ പറഞ്ഞ പോലെ അക്രൂഡ് ഇൻകം എന്നുള്ളത് മാത്രം പഠിച്ചു വെക്കരുത്. അതിന് കുറച്ച് വേറെ പേരുകളുണ്ട്. എന്തൊക്കെയാണത്? ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്, ഇൻകം റിസീവബിൾ. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഇൻകം കിട്ടാനുണ്ട്, പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല. അതാണ് അക്രൂഡ് ഇൻകം അല്ലെങ്കിൽ ഇൻകം റിസീവബിൾ. അല്ലാന്നുണ്ടെങ്കിൽ ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോണം. ജസ്റ്റ് ഒറ്റ പേര് മാത്രം പഠിച്ചു വെക്കരുത്. എങ്ങനെ ചോദിച്ചാലും നമുക്ക് അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ട്രേഡിംഗ് പ്ലാനിൽ, അതേപോലെ ബാലൻസ് ഷീറ്റിൽ ആൻഡ് ലാസ്റ്റ് അഡ്ജസ്റ്റിംഗ് എൻട്രി എന്താണെന്നുള്ളതാണ്. സോ ട്രേഡിംഗ് ആൻഡ് പ്ലാനിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, P&L അക്കൗണ്ടിൽ ഇൻകം സൈഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ കൺസേൺഡ് ആയിട്ടുള്ള ഇൻകത്തിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തത് കാണിക്കും. ഓക്കെ, കൺസേൺഡ് ആയിട്ടുള്ള ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്താണ് അക്രൂഡ് ഇൻകം കാണിക്കുന്നത്. അതും ആലോചിച്ചോണം, ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ബാലൻസ് ഷീറ്റിൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അക്രൂഡ് ഇൻകം എന്ന് പറയുമ്പോൾ ട്രേഡിംഗ് അല്ലെങ്കിൽ P&L നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് ഇൻകം എന്നുള്ള രീതിയിൽ കൺസേൺഡ് ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കും. ആൻഡ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് ബട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്നതാണ് അഡ്ജസ്റ്റിംഗ് എൻട്രി. സോ അക്രൂഡ് ഇൻകത്തിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി എന്ന് ചോദിച്ചാൽ അക്രൂഡ് ഇൻകം അക്കൗണ്ട് ഡെറ്റർ ടു ഇൻകം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം കൃത്യമായിട്ട് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെയും ട്രേഡിംഗ് P&L ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നതെന്നും ആൻഡ് ലാസ്റ്റ് അഡ്ജസ്റ്റിംഗ് എൻട്രി അറിഞ്ഞിരിക്കുക. നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത് നമ്മുടെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഡിഫേർഡ് ഇൻകം എന്നുള്ളത്. അപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ഉള്ള സംഭവം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡിഫേർഡ് ഇൻകം എന്നുള്ള മാത്രം പഠിച്ചു വെക്കരുത്. അതിൻ്റെ കൂട്ടത്തിലുള്ള പേര് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, പ്രീ റിസീവ്ഡ് ഇൻകം അല്ലെങ്കിൽ അൺഏൺ ഇൻകം. ഓക്കെ, അപ്പോൾ ഈ പേരുകളൊക്കെ ഓർത്ത് വെച്ചുകൊണ്ട് എങ്ങനെ ചോദിച്ചാലും നമുക്ക് സംഭവം എന്താണെന്നുള്ളത് മനസ്സിലാവണം. സോ ജസ്റ്റ് ഒറ്റ പേര് മാത്രം പഠിച്ചു വെക്കരുത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ട്രേഡിംഗ് P&L ബാലൻസ് ഷീറ്റിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ്, അതേപോലെ നമുക്ക് അഡ്ജസ്റ്റിംഗ് എൻട്രി എങ്ങനെയാണ് വരുന്നതെന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥിരം ചോദിക്കുന്നതാണ് അഡ്ജസ്റ്റിംഗ് എൻട്രി എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ട്രേഡിംഗ് P&L എങ്ങനെയാണ് വരുന്നത്? കൺസേൺഡ് ആയിട്ടുള്ള ഇൻകത്തിൽ നിന്ന് നമ്മൾ കുറച്ചാണ് കാണിക്കുന്നത്. ഓക്കെ, ക്രെഡിറ്റ് സൈഡിൽ കൺസേൺഡ് ആയിട്ടുള്ള ഇൻകത്തിൽ നിന്ന് നമ്മൾ കുറച്ച് കാണിക്കും ഡിഫേർഡ് ഇൻകം. ആൻഡ് അതേപോലെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്താണ് ലയബിലിറ്റി സൈഡിലാണ് ഡിഫേർഡ് ഇൻകം കാണിക്കുന്നത്. ഓക്കെ, ട്രേഡിംഗ് P&L അതേപോലെ ബാലൻസ് ഷീറ്റിലുള്ള ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് കണ്ടു. ആൻഡ് ലാസ്റ്റ് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ അഡ്ജസ്റ്റിംഗ് എൻട്രി ആണ്. അഡ്ജസ്റ്റിംഗ് എൻട്രി എന്താണ് വരുന്നത്? ഇൻകം അക്കൗണ്ട് ഡെറ്റർ ടു ഡിഫേർഡ് ഇൻകം. ഓക്കെ, അപ്പോൾ അഡ്ജസ്റ്റിംഗ് എൻട്രി എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്നതാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, അതേപോലെ ഡിഫേർഡ് ഇൻകം. ഓക്കെ, ഏതാണ് ചോദിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ നാലും നമ്മൾ അറിഞ്ഞിരിക്കണം. താങ്ക് യു.